Hi friends, welcome to Lord Brothers video. Plustwo physics exam in the chapter full mark in the chapter topic importance chapters model exam question final exam chapters first chapter electric charges and field. രണ്ടാമത്തെ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ്. മൂന്നാമത്തെ ചാപ്റ്റർ കറന്റ് ഇലക്ട്രിസിറ്റി. പിന്നെ ആറാമത്തെ ചാപ്റ്റർ ആയ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഈ 4 ചാപ്റ്ററിൽ നിന്നും മൊത്തം 12 മാർക്ക് വീതം ചോദിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ മൊത്തം 48 മാർക്കിന് ഈ 4 ചാപ്റ്ററിനും ക്വസ്റ്റ്യൻ ഉണ്ട്. അതുകൂടാതെ റേ ഓപ്റ്റിക്സ് മാത്രം 16 മാർക്കിന് ചോദിച്ചു. മൊത്തം 64 മാർക്കിന് ഈ 5 ചാപ്റ്ററിന് ക്വസ്റ്റ്യൻ ഉണ്ട്. 64 മാർക്ക്. അതിനകത്ത് 1 മാർക്കാണ് ഫോക്കസ് ചെയ്ത് പുറത്തുനിന്ന് ചോദിച്ചു, 1 മാർക്കിന്. പിന്നെ കുറച്ച് പ്രോബ്ലം ഒക്കെ ഉണ്ട് കേട്ടോ. പ്രോബ്ലം ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ഔട്ട് ഓഫ് ഫോക്കസ് ചെയ്ത് പുറത്തു വരുന്ന ക്വസ്റ്റ്യൻസും പ്രോബ്ലംസ് ഒക്കെ ഒന്ന് നമുക്ക് കൗണ്ടർ ചെയ്യാൻ വേണ്ടി ഒരു എക്സ്ട്രാ 2 ചാപ്റ്റർ നമ്മൾ പഠിച്ചു വയ്ക്കുക. ഏതൊക്കെ ചാപ്റ്ററാ? ഒരു 4ാമത്തെ ചാപ്റ്റർ ആയ മൂവിംഗ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസവും പിന്നെ 7ാമത്തെ ചാപ്റ്റർ ആയ ഓൾട്ടർനേറ്റിംഗ് കറന്റ്. ഈ 2 ചാപ്റ്ററിന് 9 മാർക്ക് ഇതുകൊണ്ട് 18 മാർക്ക് മൊത്തം എത്ര? 64 82 മാർക്ക് നമ്മൾ ഈ 7 ചാപ്റ്റർ പഠിച്ചാൽ മാത്രം കിട്ടും. അതിനകത്ത് പ്രോബ്ലംസ് 20 മാർക്ക് പ്രോബ്ലം ചോദിക്കില്ല. ഫോക്കസ് ചെയ്ത് പുറത്ത് വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ. 1-2 ക്വസ്റ്റ്യൻസ് മാത്രമേ ചോദിക്കൂ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഉറപ്പായിട്ട് ഈ 7 ചാപ്റ്റർ പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. ഇനി ഈ 7 ചാപ്റ്ററിൽ എന്തൊക്കെ ടോപ്പിക്കാണ് ഉള്ളത്? മെയിനായിട്ട് അതിന് ഡെറിവേഷൻസ് പറയാം. നമുക്ക് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ് എടുക്കുകയാണെങ്കിൽ അതിൽ ആദ്യം പഠിക്കേണ്ടത് ഫസ്റ്റ് ഇമ്പോർട്ടന്റ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ ആദ്യം ഇലക്ട്രിക് ഫീൽഡുമായി ബന്ധപ്പെട്ടതാണ്. ഡൈപോളുമായി ബന്ധപ്പെട്ട് നമ്മൾ 3 ഡെറിവേഷൻസ് പഠിക്കുന്നുണ്ട്. ഒന്ന് ടോർക്ക് ആണ് ഫോർമുല പി സൈൻ തീറ്റ, ടോ ഈസ് ഈക്വൽ ടു പി സൈൻ തീറ്റ, അതിന്റെ ഡെറിവേഷൻ. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ആക്സൽ ആൻഡ് ഇക്വിറ്റോറിയൽ ലൈൻ, ഇലക്ട്രിക് ഇന്റൻസിറ്റി അറ്റ് എ പോയിന്റ് ഡ്യൂ ടു ഡൈപോൾ ഓൺ ആക്സൽ ലൈനും ഉണ്ട്, ഇക്വിറ്റോറിയൽ ലൈനും ഉണ്ട്. ഉറപ്പായിട്ട് ഇതിൽ ഏതൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. അതാണ് ഡൈപോളുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്ന 3 ഡെറിവേഷൻസ്. അടുത്ത് വരുന്നത് പറഞ്ഞാൽ നമ്മുടെ ലാസ്റ്റ് കൂളംസിൽ വരുന്നുണ്ട്. കൂളംസ് സ്റ്റേറ്റ്മെന്റ് ആണ്. അതിന്റെ വെക്ടർ ഫോം ജസ്റ്റ് നോക്കി ചെയ്താൽ മതി. അത് ഡെറിവേഷൻസ് വരുന്നില്ല. വരുന്നത് ഇതാണ് ഇലക്ട്രിക് ഇന്റൻസിറ്റി വരുന്നുണ്ട്. 3 ഡെറിവേഷൻസ് ആ. അതിൽ ലാസ്റ്റ് നമ്മുടെ ഗോസ് സ്ഥിരം. ഗോസ് സ്ഥിരത്തിലെ സ്റ്റേറ്റ്മെന്റ്, പ്രൂഫ്, അതിനകത്ത് 3 ആപ്ലിക്കേഷൻ ഉണ്ട്. 3 ആപ്ലിക്കേഷൻ പഠിച്ചു വയ്ക്കാം. ഒന്നിൽ കൂടുതൽ ആപ്ലിക്കേഷൻ ചോദിക്കാം. അപ്പൊ ഏതൊക്കെ ആപ്ലിക്കേഷൻ വരുന്നത് അതിനകത്ത്? ഒന്ന് സ്പിയർ ആണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ. രണ്ടാമത്തെ സ്ട്രൈറ്റ് വയർ, മൂന്നാമത്തെ ഷീറ്റ്. അപ്പൊ ഇത്രയാണ് ആ ചാപ്റ്ററിനകത്ത് മൊത്തം നിങ്ങൾക്ക് 6 ഡെറിവേഷൻ പ്ലസ് ഗോസ് തിയറം അതിന്റെ പ്രൂഫ് കേട്ടോ. അപ്പൊ മൊത്തം 7 ഡെറിവേഷൻസ് ആണ് ഫസ്റ്റ് ചാപ്റ്ററിനകത്ത് ഉള്ളത്. അതില് ഒന്നിൽ കൂടുതൽ ഡെറിവേഷൻസ് മോഡൽ എക്സാമും സാമ്പിൾ ക്വസ്റ്റിനകത്തും ഉണ്ട്. അതുകൊണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 7 ഡെറിവേഷൻസ് ആണ് ഉള്ളത്. ഇനി അതിനകത്ത് പഠിക്കേണ്ട ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ്? 1 മാർക്ക് ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ്? ഒന്ന് നമുക്ക് എല്ലാ ലോയുടെയും സ്റ്റേറ്റ്മെന്റ് പഠിച്ചു വയ്ക്കാം. ഒന്ന് കൂളംസ് ലോ, എല്ലാവർക്കും അറിയാവുന്ന ലോ തന്നെയാണ് സ്റ്റേറ്റ്മെന്റ്. F equal to 1/4 Q1 Q2/R². സ്റ്റേറ്റ്മെന്റ് പഠിച്ചു വയ്ക്കുക. അതിന്റെ വെക്ടർ ഫോം എഴുതാൻ മാത്രം പഠിച്ചാൽ മതി. വേറെ ഒരു സ്റ്റെപ്പ് ചെയ്ത ആവശ്യമില്ല. ജസ്റ്റ് എഴുതാൻ മാത്രം പഠിച്ചാൽ മതി. പിന്നെ ഗോസ് തിയറം സ്റ്റേറ്റ് ചെയ്യാൻ പഠിക്കാം. അതിനുശേഷം വരുന്നത് പറഞ്ഞാൽ ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ്. ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സിന്റെ പ്രോപ്പർട്ടീസ് ആണ് മെയിൻ ആയിട്ട് നോക്കേണ്ടത്. മെയിൻ ആയിട്ട് ഒരു ടാൻജന്റ് വരച്ച ഒരു ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സിൽ ഒരു ടാൻജന്റ് വരച്ച അത് ഡയറക്ഷൻ ഡിപ്പെൻഡ് ചെയ്യും. അത് ഡയറക്ഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. 2 ലൈൻസ് ഓഫ് ഫോഴ്സ് ഒരിക്കലും ഇന്റർസെക്ട് ചെയ്യില്ല. അതിന് കാരണം എന്ന് പറഞ്ഞാൽ ഇന്റർസെക്ട് ചെയ്താൽ ആ ഇന്റർസെക്റ്റിംഗ് പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് 2 ഡയറക്ഷൻ ഉണ്ട്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് അതിനകത്തുണ്ട്. അതുപോലെ തന്നെയാണ് അതില് എല്ലാ ഫിഗേഴ്സും ലൈൻസ് ഓഫ് ഫോഴ്സുമായി ബന്ധപ്പെട്ട എല്ലാ ഫിഗേഴ്സും പഠിച്ചു വയ്ക്കുക. എല്ലാ ഫിഗേഴ്സ് പോസിറ്റീവ് ചാർജ് മാത്രമാണെങ്കിൽ ലൈൻസ് ഓഫ് ഫോഴ്സ് വരയ്ക്കാൻ പഠിക്കുക. നെഗറ്റീവ് ചാർജ് മാത്രമാണെങ്കിൽ 2 പോസിറ്റീവ് 2 നെഗറ്റീവ് 1 പോസിറ്റീവ് 1 നെഗറ്റീവ്, അങ്ങനെ എത്രയുടെയും ഫിഗേഴ്സ് പഠിച്ചു വയ്ക്കുക. അത് ഡൈപോളുമായി ബന്ധപ്പെട്ട് എന്താണ് ഡൈപോൾ എന്ന് ഓർത്തിരിക്കുക. 2 ഈക്വൽ ഓപ്പോസിറ്റ് ചാർജസ് ഒരു സ്മോൾ ഡിസ്റ്റൻസ് സെപ്പറേറ്റ് ചെയ്താൽ നമ്മളൊരു ഡൈപോൾ എന്ന് പറയും. ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറയും. ഇലക്ട്രിക് ഡൈപോളിന്റെ പ്രധാനമായിട്ട് ക്വാണ്ടിറ്റി പഠിക്കുന്നുണ്ട്. ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് സ്മോൾ പി കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത് അങ്ങനെ കാണുന്നത് ചാർജ് ഇൻറ്റു ഡൈപോൾ ലെന്ത്. ചാർജ് Q, ഡൈപോൾ ലെന്ത് 2a. അവിടെ നിന്ന് അതിന്റെ യൂണിറ്റ് ചോദിച്ചിട്ടുണ്ട്. ഡൈപോൾ മൊമെന്റ് യൂണിറ്റ് കൂളം മീറ്റർ. പിന്നെ ഡൈപോൾ മൊമെന്റ് ഡയറക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫ്രം നെഗറ്റീവ് ടു പോസിറ്റീവ്. ഫ്രം നെഗറ്റീവ് ടു പോസിറ്റീവ് ആണ്. പിന്നെ അതിന് 1 മാർക്ക് ചോദിക്കാൻ ചാൻസ് എന്ന് പറഞ്ഞാൽ ഈ ആക്സിലിൽ പഠിക്കുമ്പോൾ നമ്മൾ ഡിറൈവ് ചെയ്യും. അവസാന ഇക്വേഷൻസ് എന്താ ഇക്വേഷൻ വരുന്നത്? ആക്സില് ഈസ് ഈക്വൽ ടു 1/4πε0 നമ്മൾ ഡിറൈവ് ചെയ്യുക 2p/r³ വന്ന് ഡിറൈവ് ചെയ്യും ആക്സിൽ ആണെങ്കിൽ.
അവിടെ ചോദിക്കുന്നത് ഈ നെറ്റ് ഇലക്ട്രിക് ഇന്റൻസിറ്റിയും ഡൈപോൾ മൊമെന്റിന്റെയും ഇടയ്ക്കുള്ള ആംഗിൾ എത്രയും ചോദിക്കും. രണ്ട് ഒരേ ഡയറക്ഷൻ ആണ് എന്ന് പറഞ്ഞ ആംഗിൾ 0 ആണ്. മറന്നുപോലെ ആംഗിൾ എത്രയാണ്? 0. രണ്ട് പരസ്പരം പാരലാണ്. നെറ്റ് ഇലക്ട്രിക് ഫീൽഡും നമ്മുടെ ഡൈപോൾ മൊമെന്റ് പരസ്പരം എന്തായിരിക്കും? പാരലാണ്. അപ്പൊ എത്രയാണ് വരുന്നത്? ആംഗിൾ 0. ഇനി ഇക്വിറ്റോറിയലാണെങ്കിൽ ഇക്വേഷൻ എന്താ? 1/4πε0 p എന്താണ്? r³. അവിടെ എന്ന് പറഞ്ഞാൽ അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ എന്ന്. ഇലക്ട്രിക് ഫീൽഡ് നമ്മുടെ ഡൈപോൾ ഡയറക്ഷൻ ഇങ്ങോട്ടാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ടായിരിക്കും. രണ്ട് ഓപ്പോസിറ്റ് ആണ്, ആന്റി പാരലാണ്. അപ്പൊ ആംഗിൾ 180 ആണ്. അതുകൂടെ നോക്കി വെച്ചിരിക്കുക. പിന്നെ ഫ്ലക്സിന്റെ യൂണിറ്റ്, ഫ്ലക്സ് കാണുന്ന ഫോർമുല, ജനറൽ ഫോർമുല എന്താണ്? ഇ ഡോട്ട് ഡി എസ് ആണ് ഫ്ലക്സ് കാണുന്ന ഫോർമുല. ഇ ഡോട്ട് ഡി എസ് എന്ന് പറഞ്ഞ സർഫസ് ഏരിയ, ഇ എന്ന് പറഞ്ഞ ഇന്റൻസിറ്റി. അവിടെ നിന്ന് യൂണിറ്റ് ഉണ്ട്, യൂണിറ്റ് മറന്നുപോലെ. യൂണിറ്റ് ഇത്രയേ ഉള്ളൂ, ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ കൂളം റൈസ് ടു -1. ഇത്രയാണ് അതിനകത്ത് ചോദിക്കാവുന്ന 1 word ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞ്. ബാക്കി സാമ്പിൾ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യും, അതിനകത്ത് പറഞ്ഞു പോകും. പിന്നെ എന്ന് പറയുന്നത് സെക്കൻഡ് ചാപ്റ്റർ ഇമ്പോർട്ടന്റ് ഡെറിവേഷൻസ്. അതിലെ മെയിൻ ടോപ്പിക് എന്ന് കപ്പാസിറ്റർ തന്നെയാണ്. കപ്പാസിറ്ററിനകത്ത് വരുന്നത് ഫസ്റ്റ് കപ്പാസിറ്റൻസ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ε0 a/d എന്നൊരു ഡെറിവേഷൻ ഉണ്ട്. അത് ഇമ്പോർട്ടന്റ് ആണ്. എനർജി സ്റ്റോറിന്റെ കപ്പാസിറ്റർ, ഇത് രണ്ട് ഏതെങ്കിലും ഒന്ന് ഷുവർ ആയിട്ട് ചോദിക്കും. അത് മോസ്റ്റ് പ്രോബ്ലി ചോദിക്കുന്നത് നമ്മുടെ എനർജി തന്നെയായിരിക്കും. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എനർജി പഠിക്കുമ്പോൾ ഒരു കുഞ്ഞു ഡെറിവേഷന്റെ കൂടെ ഉണ്ട് എനർജി ഡെൻസിറ്റി, വളരെ കുഞ്ഞു ഡെറിവേഷനാണ്. ഈ 3 ഡെറിവേഷൻസ് വല്ല ലെന്തി ഡെറിവേഷൻ അല്ല, കുഞ്ഞു ഡെറിവേഷൻസ് ആണ്. പിന്നെ കപ്പാസിറ്റൻസ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഡെറിവേഷൻ ഉണ്ട്, അതും കുഞ്ഞു ഡെറിവേഷൻസ് ആണ്. കപ്പാസിറ്റൻസ് പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ അതിന്റെ ഇക്വാലിറ്റി കപ്പാസിറ്റൻസ് കാണുന്നു. അങ്ങനെ കപ്പാസിറ്ററിനകത്ത് മൊത്തം 5 ഡെറിവേഷൻ ഉണ്ട്. ഈ 5 ഡെറിവേഷൻ ലെന്തി ഡെറിവേഷൻ അല്ല. ആ എനർജി മാത്രം വേണമെങ്കിൽ അല്പം ലെന്തി ആണെന്ന് പറയാം. ബാക്കിയെല്ലാം കുഞ്ഞു ഡെറിവേഷൻസ് ആണ്, പെട്ടെന്ന് പഠിച്ചെടുക്കാം. 5 ഡെറിവേഷൻസ് ആണ്. ഇതെല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെയൊക്കെ ലിങ്ക് എന്ത് ചെയ്യാം? ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്യാം. അടുത്ത 5 ഡെറിവേഷൻ. പിന്നെ പൊട്ടൻഷ്യലില് ഒരു ഡെറിവേഷൻ ആണ് ഇമ്പോർട്ടന്റ് ആണ്, ഒറ്റ ഡെറിവേഷൻ ആണ് ഇമ്പോർട്ടന്റ് ഉള്ളത്. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റ് ഡ്യൂ ടു എ പോയിന്റ് ചാർജ് എന്ന ഒറ്റ ഡെറിവേഷൻ മാത്രമേ ഉള്ളൂ അതിനകത്ത്. മൊത്തം എത്ര വരുന്ന ഡെറിവേഷൻ? 6 ഡെറിവേഷൻസ് ആണ് ഉള്ളത്. നമ്മുടെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് അത് 6 ഡെറിവേഷൻ ആണ് ഉള്ളത്. പിന്നെ അതിൽ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് 1 മാർക്ക് ക്വസ്റ്റ്യൻസ്. ഒന്ന് ഇക്യൂ പൊട്ടൻഷ്യൽ സർഫസ്. പേര് തന്നെ ഉണ്ട്, ഇക്യൂ പൊട്ടൻഷ്യൽ സർഫസ്. ഒരു സർഫസിലെ പൊട്ടൻഷ്യൽ എല്ലാ പോയിന്റിലും സെയിം ആണെങ്കിൽ അതിനെ ഇക്യൂ പൊട്ടൻഷ്യൽ സർഫസ് എന്ന് പറയും. ആ സംഭവം എന്ന് പറഞ്ഞാൽ അതിന്റെ കുറെ ഫിഗേഴ്സ് ഉണ്ട്. ആ ഫിഗേഴ്സ് നോക്കി ടെക്സ്റ്റിലുണ്ട്, ആ ഫിഗേഴ്സ് നോക്കി വയ്ക്കുക. പിന്നെ അതിൽ ചോദിക്കാത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമ്മളെ എനർജിയുമായി ബന്ധപ്പെട്ട, അതായത് കപ്പാസിറ്ററിലെ ഏത് ഫോമില എനർജി സ്റ്റോർ ചെയ്യപ്പെടുന്നത്? ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി എവിടെയാണ് സ്റ്റോർ ചെയ്യപ്പെടുന്നത്? ഇതിനിടയ്ക്കുള്ള മീഡിയം, അതായത് പോസിറ്റീവ് പ്ലേറ്റിനും നെഗറ്റീവ് പ്ലേറ്റിനും ഇടയ്ക്കുള്ള മീഡിയത്തിലാണ് സ്റ്റോർ ചെയ്യപ്പെടുന്നത്. അങ്ങനെ കുഞ്ഞു ക്വസ്റ്റ്യൻസ് തന്നെ വരുന്നത്. വേറെ 1 മാർക്ക് ക്വസ്റ്റ്യൻസ്, വേറെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്താണ്, ഡെഫിനേഷൻസ്, അത്രേ ഉള്ളൂ. അത് വേറെ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല, വളരെ കുഞ്ഞു ചാപ്റ്റർ. അടുത്ത വരുന്നതാണ് കറണ്ട് ഇലക്ട്രിസിറ്റി. കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത് ഫസ്റ്റ് ക്രിച്ചോഫ് ലോ മുതൽ അങ്ങോട്ടല്ല ഇമ്പോർട്ടന്റ്. ക്രിച്ചോഫ് ലോ 2 ലോ ഉണ്ട്, 2 സ്റ്റേറ്റ്മെന്റ് പഠിച്ചു വെക്കുക. ഒന്ന് ലൂപ്പ് റൂളും ഉണ്ട്, ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ജംഗ്ഷൻ റൂളുണ്ട്, രണ്ടാമത്തെ ലൂപ്പ് റൂളും ഉണ്ട്. അത് രണ്ടും അതിന്റെ സ്റ്റേറ്റ്മെന്റ് പഠിച്ചു വെക്കുക. ഈ ലൂപ്പ് റൂൾ പഠിക്കും വിത്ത് ഫിഗർ പഠിക്കുക, അങ്ങനെ തന്നെ ചോദിക്കും. അടുത്തെന്ന് പറഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് നമ്മളെ ഈ ക്രിച്ചോഫ് ലോ ഉപയോഗിച്ചുകൊണ്ട് വീസ്റ്റോൺ ബ്രിഡ്ജ് ഡെറിവേഷൻ ഉണ്ട്, വീസ്റ്റോൺ പ്രിൻസിപ്പിൾ ഡിറൈവ് ചെയ്യുന്നുണ്ട്. അതിന്റെ ആപ്ലിക്കേഷനായ മീറ്റർ ബ്രിഡ്ജ് ഉണ്ട്. പിന്നെ അതിനുശേഷം പൊട്ടൻഷ്യോമീറ്റർ ഉണ്ട്. 2 പഠിക്കേണ്ട അതിനകത്ത്. EMF ടു കമ്പയർ EMF ഓഫ് 2 cells, രണ്ടാമത്തെ ടു ഫൈൻഡ് ഇന്റർ റെസിസ്റ്റൻസ് ഓഫ് എ സെൽ. ഇത്രയാണ് അതിൽ വരുന്ന ഡെറിവേഷൻസ് എന്ന് പറഞ്ഞത്. അപ്പം പൊട്ടൻഷ്യോമീറ്ററിൽ 2 മീറ്റർ ബ്രിഡ്ജ് 1, വീസ്റ്റോൺ ബ്രിഡ്ജ് 1, മൊത്തം 4 ഇമ്പോർട്ടന്റ് ഡെറിവേഷൻസ് ഉണ്ട്. അത് 2 ഡെറിവേഷൻസ് വളരെ ചോദ്യം ചാൻസ് ഉണ്ട്. എങ്കിൽ മാത്രമേ 12 മാർക്ക് കവർ ചെയ്യണമെങ്കിൽ 1-ൽ കൂടുതൽ ഡെറിവേഷൻ ചോദിക്കും. അപ്പൊ 4 ഡെറിവേഷൻ എന്തായാലും പഠിച്ചിരിക്കുക, 2 ഉറപ്പായിട്ട് കിട്ടും. അതിനെ കുറെ ക്രിച്ചോഫ് ലോ സ്റ്റേറ്റ്മെന്റ്, 2 ലോ സ്റ്റേറ്റ്മെന്റ് പഠിച്ചു വയ്ക്കുക. പിന്നെ അതിലൊരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഓംസ് ലോ ആണ്. ഓംസ് ലോ സ്റ്റേറ്റ്മെന്റ് പഠിച്ചു വയ്ക്കുക. നോൺ ഓമിക് കണ്ടക്ടേഴ്സിന് എക്സാമ്പിൾ പഠിച്ചു വയ്ക്കുക. നോൺ ഓമിക് കണ്ടക്ടർ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ PN ജംഗ്ഷൻ ഡയോഡ് പറയാം, ട്രാൻസിസ്റ്റർ പറയാം, തൈറിസ്റ്റർ എന്ന് പറയാം. ഇതൊക്കെ ഇതിന് എക്സാമ്പിൾ ആണ്. നോൺ ഓമിക് കണ്ടക്ടേഴ്സിന് എക്സാമ്പിൾ ആണ് എന്ന് പറഞ്ഞാൽ ഓംസ് ലോ ഒബേ ചെയ്യാത്ത കണ്ടക്ടേഴ്സ് ആണ്. ഇത്രയും മാത്രമേ ഉള്ളൂ നമുക്കതിൽ പെട്ടെന്ന് നോക്കേണ്ട ടോപ്പിക്സ് എന്ന് പറഞ്ഞാൽ. ബാക്കി ഡ്രിഫ്റ്റ് വെലോസിറ്റി ഒന്നും ഫോക്കസ് ചെയ്യിക്കത്തില്ല. ഇത്രയും. അത് എന്താണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ്. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ അല്ല ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോ ഇൻഡക്ഷൻ ഷുവർ ക്വസ്റ്റ്യൻ ആണ്. അത് ഉറപ്പായിട്ട് സ്റ്റേറ്റ് ചെയ്യാൻ ചോദിക്കും.
ലെൻസസ് ലോ പഠിച്ചു വയ്ക്കുക. അതിനുശേഷമാണെങ്കിൽ ലെൻസിലുമായി ബന്ധപ്പെട്ട് ഈ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജിയും ലെൻസസ് ലോയും ഇനിയും പരസ്പര റിലേഷൻസ് പറയാം. അതായത് ലെൻസസ് ലോ എന്ന് പറഞ്ഞാൽ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജിയുടെ കോൺസിക്വൻസ് ആണ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കും കേട്ടോ. അതിന്റെ സാമ്പിൾ ക്വസ്റ്റ്യൻ പറയുമ്പോൾ അതിൽ പറഞ്ഞു പോകും അതിന്റെ ആൻസേഴ്സ് ഒക്കെ. അത് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. പിന്നെ അത് കഴിഞ്ഞ എഡ്ഡി കറന്റ് മാത്രമേ ഉള്ളൂ. എന്താണ് എഡ്ഡി കറന്റ് പഠിച്ചു വയ്ക്കുക. എഡ്ഡി കറന്റിന്റെ പ്രശ്നം എന്താണ് പഠിക്കുക, ലിമിറ്റേഷൻ എന്താണ്, അത് എങ്ങനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ എഡ്ഡി കറന്റ് ആപ്ലിക്കേഷൻസ് എന്താണ്. ജസ്റ്റ് ആ പേര് മാത്രം പഠിച്ചു വെച്ചാൽ മതി, എക്സ്പ്ലെയിൻ ചെയ്യാനും ചോദിക്കില്ല. ജസ്റ്റ് ആ പേര് മാത്രം. എഡ്ഡി കറന്റ് ആപ്ലിക്കേഷൻസ്, സ്പീഡോമീറ്റർ, അതുപോലെ ഇലക്ട്രോമാഗ്നറ്റിക് ഡാമ്പിംഗ്, ഇൻഡക്ഷൻ ഫർണസ്, അങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് മാത്രം പഠിച്ചു വയ്ക്കുക. ഇത്രയൊരു ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ 12. പിന്നെ ഒന്നുകൂടെ ഉണ്ട് ലാസ്റ്റ് ടോപ്പിക്ക്. പക്ഷെ ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളത് AC-ക്ക് അകത്താണെന്ന് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷന്റെ അവസാന ടോപ്പിക്കാണ് ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളത്. AC-ക്ക് അകത്ത് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ നോക്കിയാൽ മതി. ഒരു ഡെറിവേഷൻ ഉണ്ട്, ജനറേറ്റർ, AC ജനറേറ്റർ. അതിന്റെ ഇൻഡ്യൂസ്ഡ് EMF നമ്മൾ ഡിറൈവ് ചെയ്യുന്നുണ്ട്. ഇൻഡ്യൂസ്ഡ് EMF നമ്മൾ ഡിറൈവ് ചെയ്യുന്നുണ്ട്. ആ ഡെറിവേഷൻ ഇമ്പോർട്ടന്റ് ആണ്. മോൾ എക്സാം ചോദിച്ചിട്ടുണ്ട്, അത് വീണ്ടും വീണ്ടും ചോദിക്കാം. പിന്നെ ഈ ചാപ്റ്ററിലുള്ള ഒരു ഡെറിവേഷൻ എന്ന് പറഞ്ഞാൽ മോഷണൽ EMF ആണ്. അതായത് ഈ ചാപ്റ്റർ മൊത്തം 2 ഡെറിവേഷൻസേ ഉള്ളൂ. ഒന്ന് മോഷണൽ EMF-ഉം ഇപ്പം പറയാം ഇൻഡ്യൂസ്ഡ് EMF-നെ AC ജനറേറ്റർ. അങ്ങനെ 2 ഡെറിവേഷൻസേ ഉള്ളൂ. ആ 2 ഡെറിവേഷൻ മോൾ എക്സാമിൽ ചോദിച്ചു, ഇപ്പം അതിന്റെ എക്സാമിനും ചോദിക്കും. കാരണം വേറെ ഈ ചാപ്റ്ററിനകത്ത് വേറെ ഡെറിവേഷൻസ് ഇല്ല. നമ്മൾ ഈ 12 മാർക്ക് കിട്ടുമ്പോൾ ഈ ഡെറിവേഷൻ ചോദിച്ചേ പറ്റും. അപ്പൊ ഈ 2 ക്വസ്റ്റ്യൻസ് എന്തായാലും കാണും. എഡ്ഡി കറന്റ് ഉറപ്പായിട്ട് കാണും, ഫാരഡേസ് ലോയും കാണും. ഈ 4 ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട് കാണും. അതുകൊണ്ട് ഈ ചാപ്റ്റർ പഠിച്ചു വെക്കുക. ഈ 4 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഉറപ്പായിട്ട് കിട്ടുകയും ചെയ്യും 12 മാർക്ക്. പിന്നെ ഒരു പ്രോബ്ലം ചോദിച്ചതിൽ 3 മാർക്കിന് ഒരു പ്രോബ്ലം ഉണ്ട്. ഞാൻ പ്രോബ്ലംസ് എല്ലാം കൂടെ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഏറ്റവും ഇമ്പോർട്ടന്റ് പ്രോബ്ലം എല്ലാം കൂടെ കവർ ചെയ്ത് ഒരു 10-12 പ്രോബ്ലം ഉണ്ട്, എല്ലാം കൂടെ കവർ ചെയ്തൊരു വീഡിയോ ചെയ്യാം. അപ്പൊ അതിനകത്ത് ആ പ്രോബ്ലം ജസ്റ്റ് നോക്കിക്കൊണ്ട് പോയാൽ മതി നിങ്ങൾ. പിന്നെ റയോപ്റ്റിക്സ്. റയോപ്റ്റിക്സിൽ എല്ലാ ഡെറിവേഷൻസും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. റയോപ്റ്റിക്സിൽ ഡെറിവേഷൻസ് നമ്മൾ നോക്കേണ്ടത് ഫസ്റ്റ് റിഫ്ലക്ഷൻ പഠിക്കുമ്പോൾ അതിനകത്ത് ഒറ്റ ഡെറിവേഷനേ ഉള്ളൂ. സോറി 2 ഡെറിവേഷൻസ് ഉള്ളത്. ഒന്ന് R=2F ഫസ്റ്റ് ഡെറിവേഷൻ. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ മിറർ ഫോർമുല 1/V + 1/U = 1/F. ആ 2 ഡെറിവേഷനാണ്. ഈ റിഫ്രാക്ഷൻ വരെയാണെങ്കിൽ ലെൻസ് ഫോർമുല 1/V - 1/U = 1/F ഒന്നാമത്തെ ഇക്വേഷൻ. പിന്നെ അത് കഴിഞ്ഞാണ് UVR, റിലേഷൻ ബിറ്റ്വീൻ UVR രണ്ടാമത്തെ ഡെറിവേഷൻ. മൂന്നാമത്തെന്ന് പറഞ്ഞാൽ ലെൻസ് മേക്കേഴ്സ് ഫോർമുല. നാലാമത്തെ റിഫ്രാക്ഷൻ ത്രൂ പ്രിസം. അതായത് ഒരു പ്രിസത്തിന്റെ റിഫ്രാക്ട് ഇൻഡെക്സ് കാണുന്നത് ഉറപ്പാണ്. ആ ക്വസ്റ്റ്യൻ ചോദിക്കും. റിഫ്രാക്ട് ഇൻഡെക്സ് ആണ് അത്. അടുത്ത ഡെറിവേഷൻ എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് ലെൻസസ് ഇൻ കോണ്ടാക്ട്. ലെൻസസ് ഇൻ കോണ്ടാക്ട്. ഇത്രയും ഒരുപാട് ഡെറിവേഷൻസ് ഉണ്ട്. 7 കൂടുതൽ ഡെറിവേഷൻസ് ഉണ്ട്. നിങ്ങൾ അത്രയും പഠിക്കണം. കാരണം 16 മാർക്കുണ്ട്. ഈ ഡെറിവേഷൻസ് മാത്രമാണ് കൂടുതലും ചോദിക്കുന്നത്. ഒരു പ്രോബ്ലം ചോദിച്ചു, ബാക്കിയുള്ള ഡെറിവേഷൻസ് ചോദിക്കുന്നത്. അതുകൊണ്ട് ഈ ഡെറിവേഷൻസ് എല്ലാം നമുക്ക് കവർ ചെയ്തേ പറ്റും. നമ്മൾ 16 മാർക്കുണ്ട്. ഇത്രയും ഡെറിവേഷൻസ് നോക്കുക. ഇത്രയും നമ്മൾ ആദ്യത്തെ ഫസ്റ്റ് ഏറ്റവും മെയിൻ ടോപ്പിക് എന്ന് പറഞ്ഞാൽ 5 ചാപ്റ്റേഴ്സ്. ബാക്കി 2 ചാപ്റ്റർ എക്സ്ട്രാ പഠിക്കുന്നു പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ പ്രോബ്ലംസും ബാക്കി ഫോക്കസ് ചെയ്ത് പുറത്തു വരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം കവർ ചെയ്യാൻ വേണ്ടിയാണ് നമുക്ക് എന്ത് ചെയ്തത്, കോമൺ സെറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മൾ 2 ചാപ്റ്റർ പഠിക്കുന്നത്. ഈ 2 പഠിച്ചു വയ്ക്കുക. ഇവിടെ നേരെ ക്വസ്റ്റ്യൻസ് വിട്ടുപോയാൽ നമുക്ക് എന്ത് ചെയ്യാം, കവർ ചെയ്യാൻ വേണ്ടിയാണ്. അപ്പൊ എന്താണ് മൂവിങ് ചാർജ് ആൻഡ് മാഗ്നറ്റിസം. അതിന് പഠിക്കേണ്ടത് ഒന്ന് ബയോസാവല്ല സ്റ്റേറ്റ്മെന്റ്, അതിന്റെ ഒരു പ്രൂഫേ ഉള്ളൂ. ഒരു പ്രൂഫ് അത് പഠിക്കുകയുള്ളൂ. അതുകൊണ്ട് ആ ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട് ചോദിക്കും. സർക്കുലാർ റിംഗ് കേട്ടോ, സർക്കുലാർ റിംഗ് അല്ലെങ്കിൽ സർക്കുലാർ കോയിൽ, അതിന്റെ മാഗ്നറ്റിക് ഫീൽഡ് കാണാൻ വേണ്ടി. പിന്നെ ഉള്ളത് ആംബിയന്റ് സർക്യൂട്ടൽ തിയറം. അതിന്റെ സ്റ്റേറ്റ്മെന്റ് 3 ആപ്ലിക്കേഷൻ ഉണ്ട്. സോളിനോയിഡ്, ടൊറോയിഡ്, സ്ട്രൈറ്റ് വയർ. അത് കഴിഞ്ഞ് ലാസ്റ്റ് അത് കഴിഞ്ഞിട്ട് നമ്മള് കുറച്ച് ഡെഫിനേഷൻ ഉണ്ട് അതിനകത്ത്. ലോറൻസ് ഫോഴ്സ്, ആ ഡെഫിനേഷൻ എന്ന് പറയാം ലോറൻസ് ഫോഴ്സ് കേട്ടോ. അതൊന്ന് ജസ്റ്റ് നോക്കി വെക്കുക. അത്രേ ഉള്ളൂ അതിനകത്തുള്ള. അതിന്റെ ഡെറിവേഷൻസ് 4 ഡെറിവേഷനേ ഉള്ളൂ ഈ മൂവിങ്. ഒരു ഡെറിവേഷൻ വിട്ടു പോയത് ബിൽ സൈൻ തീറ്റ, F = ബിൽ സൈൻ തീറ്റ. അതൊരു ഡെറിവേഷൻ കൂടെ ഉണ്ട്. മൊത്തം 5 ഡെറിവേഷനാണ് ഉള്ളത്. നിങ്ങൾ ബിൽ സൈൻ തീറ്റ പഠിച്ചില്ലെങ്കിലും നിങ്ങൾ എന്തായാലും ബയോസാവല്ലേ അത് പഠിച്ചു വെക്കുക. ഒരു ആപ്ലിക്കേഷൻ പഠിച്ചു വെക്കുക. ഉറപ്പായിട്ട് ആ മാർക്ക് കിട്ടും, 4 മാർക്ക് കിട്ടും. പിന്നെ ആംബിയന്റ് സർക്യൂട്ടൽ തിയറവും അതിന്റെ 3 ആപ്ലിക്കേഷൻസും നോക്കി വെക്കുക കേട്ടോ. അതുകൊണ്ട് അത് ആ ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻസ് കിട്ടാൻ എളുപ്പമാണ്. അത് കഴിഞ്ഞ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട്. ഓൾട്ടർനേറ്റിംഗ് കറണ്ടിനകത്ത് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് പറഞ്ഞാൽ ഒന്ന് 3 സർക്യൂട്ടും ട്രാൻസ്ഫോമർ മാത്രമേ പഠിക്കാവുള്ളൂ. 3 സർക്യൂട്ട്, ഒന്ന് റെസിസ്റ്റീവ് സർക്യൂട്ടാണ്. അതിനകത്ത് 1 മാർക്ക് ക്വസ്റ്റ്യൻസ് മാത്രമേ വരും. അതിന്റെ ഫേസ് ഉണ്ടായി ഓർത്തിരിക്കുക. അത്രേ ഉള്ളൂ, അത് മാത്രമേ ചോദിക്കൂ. രണ്ടാമത്തത് ഇൻഡക്ടർ ഉണ്ട്, കപ്പാസിറ്റർ ഉണ്ട്. ഇതിൽ ഏതെങ്കിലും ഉറപ്പായിട്ട് ചോദിക്കും. ഇൻഡക്ടർ, കപ്പാസിറ്റർ രണ്ടിലേക്ക് കറണ്ട് ഡിറൈവ് ചെയ്യാൻ പറയും. അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നോക്കിയാൽ മതി. പിന്നെ ട്രാൻസ്ഫോമർ. ട്രാൻസ്ഫോമറിന്റെ പ്രിൻസിപ്പിൾ എന്താണെന്ന് ചോദിക്കും. മ്യൂച്വൽ ഇൻഡക്ഷൻ.
അതിലെ ട്രാൻസ്ഫോമർ വർക്ക് എന്താണെന്ന് പറയും. ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ആ വീഡിയോ നോക്കിയാൽ മതി, ഡിസ്ക്രിപ്ഷനിൽ ഇടാം, ബാക്കി ഡീറ്റെയിൽസ് അതിനകത്തുണ്ട്, നോക്കിയാൽ മതി. അപ്പൊ ഇത്രയും അതിലെ ടോപ്പിക്സ് എന്ന് പറയാം കേട്ടോ. അപ്പൊ ഇത്രയും എന്തായാലും നിങ്ങൾ നോക്കിയിട്ട് പോവുക, ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഫുൾ മാർക്ക് എന്തായാലും കിട്ടും. ബാക്കി ചാപ്റ്റർ നോക്കിയില്ലെങ്കിലും ഇത്രയും ചാപ്റ്റർ മാത്രം നോക്കിയാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഫുൾ മാർക്ക് ഉറപ്പായിട്ട് കിട്ടും. ഞാൻ ബാക്കി ക്വസ്റ്റ്യൻസ്, സാമ്പിൾ ക്വസ്റ്റ്യൻസിന്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ബാക്കി ഇതിലെ ബാക്കി അപ്ലോഡ് ചെയ്യാത്ത ഡെറിവേഷൻസ് അപ്ലോഡ് ചെയ്യും. പ്രോബ്ലംസ് എല്ലാ ചാപ്റ്ററിലും ഇമ്പോർട്ടന്റ് പ്രോബ്ലംസ് എല്ലാം കൂടെ ചേർത്ത് ഒരു വീഡിയോ എന്ത് ചെയ്യാം? അപ്ലോഡ് ചെയ്യാം.